ഇഷ്ടമുള്ളവർ കൈ പൊക്കിക്കേ. ഹാപ്പി ആയിട്ടിരിക്കാൻ ഇഷ്ടമുള്ളവർ കൈ പൊക്കിക്കേ. അഡ്വഞ്ചറസ് ആയിട്ട് ആക്ടിവിറ്റി ചെയ്ത് അടിച്ചു പൊളിക്കാൻ ആർക്കൊക്കെ ഇഷ്ടമുണ്ട്? ഓടാൻ ആർക്കൊക്കെ ഇഷ്ടമുണ്ട്? നീന്താൻ, ചാടാൻ, വീഴാൻ, പിന്നെയും എണീറ്റ് ഓടാൻ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു യൂണിവേഴ്സിലേക്കാണ് മാഡിവേഴ്സ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. So, you know, the most impressive actors of the last decade, truly an icon. സിനിമയിലെ അഭിനയത്തിലായാലും പ്രൊഡക്ഷനിലായാലും ജീവിതത്തിലായാലും I think he's one hell of a guy. നല്ലൊരു കാര്യമാണ്. Let's welcome to നമ്മുടെ ആദ്യത്തെ സൂപ്പർ ഹീറോ ആണ് ടോവി, അല്ലേ? നന്നായി ഒന്ന് കൈയടിച്ചേ പോലും. കൈയടിയുടെ ശക്തി പോരാന്ന് തോന്നുന്നുണ്ടോ? കുട്ടികൾ മാത്രം ഒന്ന് കൈയടിച്ചേ. കുട്ടികളുടെ ശക്തി ഒന്ന് കാണിച്ചേ. Have the presence of MP Haibi Eden sir here with us. നല്ലൊരു കൈ കൊടുക്കാം ഹൈബി സാറിന്. നമ്മുടെ കൊച്ചിയിൽ എന്ത് പരിപാടി നടന്നാലും അതിന് ഏറ്റവും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഹൈബി. There is no doubt about it. ഈ മാഡിവേഴ്സിന്റെ ഈ ഒരു ബ്രാൻഡ് ലോഞ്ചിനും ഹൈബിയെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. We would like to welcome ടോവി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കോൺസെപ്റ്റുമായിട്ടാണ് ഫാസിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. ഫ്രെഡ്ജ് ഇന്റർനാഷണലും ട്രൂത്ത് ഗ്രൂപ്പും ഒക്കെ എത്തുന്നത്. പക്ഷേ ഇതിന്റെ ഒരു ബ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞതിന് ശേഷം we will hear what you have to say. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ലോഞ്ച് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ടോവി ഇത്ര ആക്ടിവിറ്റി ഡ്രിവൺ ആയതുകൊണ്ട് വെറുതെ ഒരു റിമോട്ട് നിന്ന് ഒരു പ്രസ് ചെയ്യിപ്പിച്ച് നോ വി വോണ്ട് ടു സീ സം ശക്തി, വി വോണ്ട് ടു സീ ഒരു 500 പുഷപ്പ് എന്നൊക്കെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഈ പുറത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് ഈ പഞ്ചിങ് മെഷീൻ ഒക്കെ അല്ലേ? ഞങ്ങളെ ഒപ്പിച്ചിട്ട് ടോവി. ഓക്കെ, ഞാൻ ടോവിക്ക് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ചെറിയൊരു പണി നമുക്കിത് കയ്യിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഐ മീൻ കം ഓൺ ടോവി, ഞാൻ പറഞ്ഞില്ല എത്ര യൂണിവേഴ്സ് അനുസരിച്ച് ഞങ്ങളുടെ മനസ്സിൽ ടോവി എന്ന് പറഞ്ഞാൽ ഫുൾ ആക്ഷൻ ഹീറോ ആണ്. പക്ഷേ ഇതിന് ഏറ്റവും ബെസ്റ്റ് എന്തെങ്കിലും പരിപാടി തന്നെയായിരിക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കോൺസെപ്റ്റും മുതിർന്ന കുട്ടികൾക്കുള്ളതാണ്. 18 വയസ്സിന് മുകളിലുള്ള എൻ്റെ പോലുള്ള കുട്ടികൾക്കുള്ളതാണ്. മനസ്സിലെപ്പോഴും അങ്ങനത്തെ ഒരു ഫണ്ടും ഇങ്ങനത്തെ ആക്ടിവിറ്റീസും ഒക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ വളരാതെ സൂക്ഷിച്ചിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവണം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റും ഒക്കെയാണ്. ഹാപ്പി ടു ബി അസോസിയേറ്റഡ് വിത്ത് ദിസ്. ഒറ്റയടിക്ക് ഇത് പൊളിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ബിക്കോസ് ടൊവിനോന്റെ മസിലിന്റെ പഞ്ചത്രം ഉണ്ടാവല്ലോ, ഞങ്ങൾ കുറെ കണ്ടിട്ടുണ്ട് സിനിമയിൽ, കണ്ടിട്ടുണ്ട്. മിന്നൽ മുരളിൽ ഇങ്ങനെ ഒക്കെ വരുന്നു. പിന്നെ ചെയ്യാം അത്രയും ശക്തമായ ഒരു പഞ്ചാണോ ഇല്ലയോ എന്ന് മാത്രമാണ് ചോദ്യം. ഓക്കെ, പക്ഷെ ഫോം അപ്പ് ചെയ്യാൻ സമയമൊക്കെ എടുക്കുന്ന എനിക്കറിയാം. വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായി കഴിച്ചാൽ മാഡിവേഴ്സിന്റെ ലോഗോ ബ്രാൻഡ് ഇവിടെ ഒറ്റ ഒരു പഞ്ചിൽ ടൊവിനോ റിവീൽ ചെയ്യാൻ പോവാണ്. എല്ലാവരും കൂടെ 1 2 3 കൗണ്ട് ഡൗൺ റെഡി ആണോ? ഓക്കെ, റെഡി 1 2 3 ടൊവി. ഒരു ചെറിയൊരു വിള്ളൽ വന്നിട്ടുണ്ട് അല്ലേ? കുഴപ്പമില്ല, ഒരു ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. നല്ല ആദ്യത്തെ പഞ്ചിന് ഒരു മിനിമം ഒരു വിള്ളലെങ്കിലും വേണം. ഒരു രണ്ടാമത്തെ പഞ്ച് കൂടെ കൊടുക്കണോ ടൊവിക്ക്? കൊടുക്കണോ? അപ്പൊ നിങ്ങൾ കൗണ്ട് ചെയ്യാൻ നേരത്തെ നിങ്ങൾ വളരെ പൂറായിട്ടാണ് കൗണ്ട് ചെയ്തത്. ഒരു ചേട്ടൻ മാത്രമേ കൗണ്ട് ചെയ്തുള്ളൂ. Are you ready for the second punch? Get set, go, count. 1 2 3 go. റിവീൽ ചെയ്യാൻ പറ്റുമോ ടോവി? അത് ഈ മതിലിടിച്ച് വിളിക്കാൻ പറഞ്ഞാൽ 3 സ്റ്റേറ്റിലെ കാര്യമൊന്നുമില്ല. നേരത്തെ ഇടിച്ച് വിളിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ഇല്ല, ഇങ്ങനത്തെ ഒരു ലോഞ്ചിന് വേണ്ടി മാത്രമാണ്. ഒരു നന്നായി ഒന്ന് കൈയടിച്ച ടോവിക്ക് വേണ്ടി. Everybody come on. Ladies and gentlemen, this is the final punch എന്ന് വിശ്വസിക്കുന്നു from Tovino Thomas to reveal the brand logo right here. 1 2 3 അല്ല പോരാ, നിങ്ങൾ എണ്ണില്ല, നിങ്ങൾ വളരെ പോരാണ്. ഒന്നുകൂടെ 1 2 3 തുടങ്ങോ. 1 2 3 let's go Tovi. എന്ത് തോന്നുന്നു ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചും അതിവിടെ ലോഞ്ച് ചെയ്തപ്പോഴും? നമസ്കാരം. ഫോട്ടോ എടുത്തപ്പോ എന്റെ മനസ്സിൽ പുലിവാൽ കല്യാണത്തിൽ എല്ലാവരും കോട്ടൊക്കെ ഇട്ടിട്ട് അടുക്ക ഞാൻ ഇട്ടിട്ട് ആ ഒരു ഫ്രെയിമാണ് എന്റെ മനസ്സിൽ ഓർമ്മ. ചെയ്യുന്ന പ്രൊഫഷനിൽ
നമുക്ക് ശരീര സൗന്ദര്യം കുറച്ചൊക്കെ, ശരീര സൗന്ദര്യത്തിനേക്കാളും കൂടുതൽ ഓരോ സിനിമയ്ക്ക് അനുസരിച്ച് ശരീരം മാറ്റുക എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെയാണ് ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ഫിറ്റായിരിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് തോന്നിയപ്പോഴാണ് അങ്ങനെ വർക്കൗട്ട് പരിപാടിയൊക്കെ തുടങ്ങിയത്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ടുകൾ ചെയ്ത് അത് റിപ്പീറ്റേറ്റീവ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബോറടിക്കും. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ വർക്കൗട്ട് കൂടുതലും ഇങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റി ബേസ്ഡ് വർക്കൗട്ട്സ് ആണ്. അതായത് നമ്മൾ വെറുതെ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുത്ത് ഇത്ര റെപ്സ് ചെയ്യുന്നതിനേക്കാൾ നമ്മളൊരു ഫൺ ആക്ടിവിറ്റി പോലെ നമ്മുടെ വർക്കൗട്ടിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിനും നല്ലൊരു എക്സസൈസും റിലാക്സേഷനും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു വളരെ മിനിയേച്ചർ വേർഷനായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒബ്സ്റ്റക്കിൾ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇട്ട് പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുണ്ട്. ഇതിനകത്ത് ഞാനങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളിലും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആളല്ല. ഇങ്ങനത്തെ ഫൺ കാര്യങ്ങളിലാണ് നമുക്ക് കോമ്പറ്റീറ്റീവ് ആകാൻ പറ്റുള്ളൂ. തോറ്റാലും കുഴപ്പമില്ല. ഒരു ഫൺ കോമ്പറ്റീഷൻ വേണം, എന്നാലും അതിനൊരു രസം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോ പാടത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയാൽ പോലും അതിന്റെ ഇടയ്ക്കുള്ള കള്ളക്കളിയും ഒക്കെ ആണല്ലോ അതിന്റെ ഏറ്റവും കൂടുതൽ. അപ്പൊ അതുപോലെ ആ ഫൺ നഷ്ടപ്പെട്ടു പോവാതെ ഇങ്ങനെ ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷനുമായിട്ട് ഗംഭീരമായിട്ട് നമുക്ക് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരെ തന്നെ ആ ഫിറ്റ്നസ് എന്നുള്ള ഒരു ഇത് അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകും. അപ്പോൾ ഒരു 7 days ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നു എന്നറിയുന്നത് വലിയ സന്തോഷം. എനിക്കും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പങ്കെടുക്കുന്നവർക്കും ഇത് കാണുന്നവർക്കും കാര്യം നമ്മൾ പണ്ട് കോക്കോ ചാനലിൽ കണ്ടുകൊണ്ടിരുന്നത് മറ്റുള്ള ആസ്വദിച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ പങ്കെടുക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ ഒരുപോലെ സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇതിന് എല്ലാവിധ ആശംസകളും. ഇത് ഈ ഒരു വർഷം മാത്രമല്ല, തുടർന്നുള്ള വർഷങ്ങളിൽ ഇപ്പോൾ കൊച്ചിയിൽ ആണ് ഇപ്പോൾ ഇതിൻ്റെ കൊച്ചിയിലാണ് നടക്കുന്നത്. ഇത് അതല്ലാതെ പല സ്ഥലങ്ങളിലായിട്ട് പല ഒരേ വർഷത്തിൽ തന്നെ പല തവണകളിലായിട്ട് നടക്കാൻ പറ്റട്ടെ. പല വർഷങ്ങളോളം ഇത് തുടർന്ന് പോകാൻ പറ്റട്ടെ. ഇത് നമുക്കൊരു ആചാരം പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമായി മാറട്ടെ. കാര്യം അത്രയും ഫണ്ടും അത്രയും ആളുകൾ ഒത്തുകൂടുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. അതിങ്ങനെ ഒരു ഫണ്ടിന്റെ ഉത്സവമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാത്രമല്ല നമുക്ക് ഈ വെറുതെ ഡിപ്രഷൻ അടിച്ചുകൊണ്ട് ആർക്കടിച്ചു ഇരിക്കാതെ ഇങ്ങനെ എന്തെങ്കിലും ഫണ്ട് പരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ലൈഫ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ടൊവിനെ കൈ കൊടുക്കുന്നുണ്ടോ? എന്താ? ഓ ഷൂട്ട്, ടൊവിയായിട്ട് പിണക്കമാണെന്ന്. ഇച്ചിരി പ്രശ്നമാണെന്ന്. എന്താ? എന്താ കാരണം? എന്താ പ്രശ്നം അറിയോ? താങ്കൾ വേറെ യൂണിവേഴ്സിലല്ലേ? ഈ യൂണിവേഴ്സിൽ ചേർന്നോ? മാഡിവേഴ്സിൽ ചേർന്നു. ഓക്കെ ആണോ? അന്നാ കൈ കൊടുക്കും. അങ്ങനെയാണോ വേണമെങ്കിൽ കെട്ടിപ്പിടിക്കാന്ന്. കെട്ടിപ്പിടിച്ചോ. Toby joins the Madiverse. ടൊവി ഞാനും കൂടി ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. അത് ഫാസിലിനോടും സംഘാടകരോടും പറയും. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ടാകും. പുറത്തൊക്കെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും ആക്റ്റീവ് ഒക്കെ അഭിനയിച്ച് കിടക്കുകയാണെങ്കിലും എനിക്കും സോഷ്യൽ ആക്ടിവിറ്റി ഉള്ള ആളായതുകൊണ്ട് അല്ല, ഞങ്ങളൊരു പ്രപ്പോസല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ സെറ്റ് പൊളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പങ്കെടുക്കും. ടൊവി ഇപ്പൊ CRPFന്റെ ഓണററി മെമ്പർ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഹാസ് ഓൾ നമ്മള് ഈ ലാലേട്ടനെ ലെഫ്റ്റനന്റ് കേണൽ എന്നൊക്കെ വിളിക്കുന്ന പോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെയും കാണേണ്ടി വരും. കാരണം ഒരു ഇന്റൻസീവ് അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കോയമ്പത്തൂരിലെ ഒരു സ്പേസിലേക്കൊക്കെ ടോയ്ക്ക് ഫുൾ ടൈം മെമ്പർഷിപ്പ് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം. ഞങ്ങളെല്ലാം യങ് ആണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പം ഈ ലാസ്റ്റ് ഡെക്കേഡ് എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ലാസ്റ്റ് ഡെക്കേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു എവിടേക്ക് ഒരു ചെറുപ്പത്തിലെ സിനിമയിലൊക്കെ ബാലതരമായി വന്ന ആളാണെന്ന് വിചാരിച്ചു.
കാര്യം നമ്മളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളും ഒക്കെയാണ് കൂടെ ഉള്ളത്. കാരണം നമുക്ക് വേണമെങ്കിൽ ഒന്നും മിണ്ടാതെ ഞാൻ ചാടുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാമായിരുന്നു. പക്ഷെ അന്ന് അവിടെ നിന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇപ്പം ചാടിയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ചാടില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ചാടി. അതുകൊണ്ട് ഇനിയും ചാടും. അത് ഭയങ്കര അടിപൊളി. ചെറുപ്പത്തിലെ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സർക്കിൾസിൽ എന്റെ ഫാമിലിയിലോ അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സിന്റെയോ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിൽ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതല്ലാതെ ക്രൗഡില് പണ്ടും അത്ര ഭയങ്കര ആക്റ്റീവ് അല്ല. ഇപ്പോഴാണെങ്കിലും എനിക്ക് ഓക്കെ എന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഭയങ്കര ആക്റ്റീവ് ആവാൻ പറ്റുന്ന ആളല്ല. പക്ഷെ നമുക്കത് അങ്ങനെ തോന്നാൻ കാരണം മസ്റ്റ് ബി യുവർ ക്യാരക്ടേഴ്സ് ആൻഡ് യുവർ ട്രെയിനിങ്. ഒരു പക്ഷെ അതായിരിക്കും. പിന്നെന്താ വെച്ചാൽ ഞാൻ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മളൊരു ക്രൗഡിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ആൾക്കാരെ ബോറടിപ്പിക്കാതിരിക്കാനായിട്ട് എനിക്ക് ഞാനിങ്ങനെയുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതിരിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ടായിരിക്കും ടൊവിനോ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രേക്ഷകരും ലോകവും അറിയുന്നത് ആസ് ആൻ ആക്ടർ ആണ്. പക്ഷെ സിനിമ എന്ന് പറഞ്ഞൊരു കാര്യം മാറ്റി വെച്ചാൽ ടൊവി ആരാണ്? ഹൗ വുഡ് യു ഡിസ്ക്രൈബ് യുവർ സെൽഫ് ടു എ പേഴ്സൺ മീറ്റിംഗ് യു ഫോർ ഫസ്റ്റ് വിതൗട്ട് സിനിമ? ഇസ് ഇറ്റ് പോസിബിൾ? അത് ഭയങ്കര പാടായിരിക്കും. ഞാനൊരു ഇപ്പൊ 4 കൊല്ലം സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും ആലോചിക്കുമ്പോൾ സിനിമയിലല്ലായിരുന്നെങ്കിൽ വേറെ എന്ത് ജോലി ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ എന്നെ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, ഫാമിലി ഉണ്ട്. ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ, മക്കള്, അപ്പനമ്മ, ചേട്ടൻ, ചേച്ചി, അവരുടെ അത് കൂടാതെ എൻ്റെ കസിൻസ് ഒക്കെ ആണെങ്കിൽ പോലും എനിക്ക് ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. എനിക്ക് എൻ്റെ വേണമെങ്കിൽ എൻ്റെ മെന്റൽ ഹെൽത്ത് വരെ ഡിസ്കസ് ചെയ്യാവുന്ന ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് എനിക്ക് ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ ഞാൻ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ചെറിയ കാര്യങ്ങളിൽ ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ ആ ചെറിയ കാര്യങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു വലിയൊരു വിജയം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാൾ സന്തോഷം ഒരു നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒരു കുഞ്ഞു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാവും. അപ്പൊ ഞാൻ അതിന് ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുകയും അത് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. അതെ. ഇനി we will come back to cinema. എന്താണ് പുതിയ സിനിമയുടെ വിശേഷങ്ങൾ എന്നറിയാൻ നമുക്കൊരു ആഗ്രഹമുണ്ട്. പുതിയത് ഇനി ഇമ്മീഡിയറ്റ്ലി വരാനുള്ളത് പള്ളിച്ചട്ടമ്പി ഏപ്രിൽ 9 റിലീസ് ആവുന്നുണ്ട്. പിന്നെ മെയ് 14 അതിരടി റിലീസ് ആവുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇമ്മീഡിയറ്റ്ലി വരാനുള്ളത്. പിന്നെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ആളുകൾ 2026 കാണുകയും അവർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ ആസ് എൻ ആക്ടർ ഞാൻ ഇപ്പോഴും എൻ്റെ പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2026 ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഇയർ ആണെന്ന് എനിക്ക് തോന്നുന്നു.